കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന പുന്നപ്രയിലെ തീരദേശത്ത് അപ്രഖ്യാപിതമായി വൈദ്യുതി മുടങ്ങി. സ്ഥലത്ത് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതിൽ അർദ്ധരാത്രിയിൽ KCB ഓഫീസ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. രഘുവിന്റെ വിവരങ്ങളുമായി. രഘു, ഇത് ആലപ്പുഴയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടു, കൊച്ചിയിൽ കണ്ടു, പിന്നാലെയാണ് ഇപ്പോൾ പുന്നപ്രയിലും ഈ ഒരു കാഴ്ച കാണുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇതാ ബ്രേക്കിംഗ് ന്യൂസായിട്ട് നമ്മൾ കൊടുക്കുന്ന വാർത്തയുണ്ട്. വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ എന്ന് ഓരോ ദിവസവും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഊർജ്ജ പ്രതിസന്ധിയൊക്കെ ഉണ്ട്. ഈ പുന്നപ്രയിൽ കുറേ മണിക്കൂറുകൾ കറണ്ട് പോയോ? മിനിറ്റുകളിലൊക്കെ കുറച്ച് 10 മിനിറ്റോളം സമയമൊക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നിർദ്ദേശമൊക്കെ. കുറേ മണിക്കൂറുകൾ ഇരുട്ടിലായോ അവിടെ? പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ജനങ്ങളാണ് KCB ഓഫീസിൽ ഉപരോധിച്ചത് അല്ലെങ്കിൽ പ്രതിഷേധിച്ചത്. കാരണം 2 മണിക്കൂറിലധികമാണ് വൈദ്യുതി പോയത്. നമുക്ക് ഈ ചൂട് കാലമാണ്, നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിലായിരിക്കും ആളുകൾ കഴിയുന്നത്, എത്രത്തോളം ചൂടാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഉറങ്ങാൻ നേരമെങ്കിലും അല്പം ഫാനില്ലാതെ അല്ലെങ്കിൽ AC-യോ ഒന്നുമില്ലാതെ നമുക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ എന്ന് മാത്രമല്ല, അവിടെ തീരദേശത്തൊക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു കള്ളക്കടലുണ്ടാവും. അങ്ങനെ ഒരു മാനസിക ആദിയും ഒപ്പം തന്നെ പുറത്തെ ചൂടുകൂടി മണിക്കൂറുകളോളം സഹിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പലതവണ KCB ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തുമില്ല. അങ്ങനെയാണ് മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് ജനങ്ങൾ എത്തുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം അവിടെ പ്രതിഷേധിക്കേണ്ടി വന്നു. കാരണം അവിടെ ചെന്നപ്പോൾ, അതായത് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, നേരിട്ട് KCB ഓഫീസിൽ ചെന്നപ്പോൾ ഒരു ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ നാട്ടുകാർക്ക് വലിയൊരു പ്രതിഷേധമുണ്ടായി. അവരവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പുന്നപ്ര പോലീസ് എത്തി ഏകദേശം 2:30 മണിയോടുകൂടിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഇതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്.